പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ കോഴിക്കോട് ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ അനുച്ഛേദം വഴിയാണ്, ഭേദഗതി വഴിയാണ് എന്ന് ചോദിച്ചാൽ 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന അവകാശം ചോദിച്ചാൽ അറിയാം അത് സ്വത്തവകാശമാണ്. അതിനുശേഷം അത് നിയമാവകാശമാക്കി മാറ്റി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ നമുക്കറിയാം അത് വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, റാണി ഗൗരി ലക്ഷ്മിബായാണ്. കല്ലുമാല സമരം നടത്തിയത് നമുക്കറിയാം അത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തുന്നത്. അതുപോലെ തന്നെ ജാതിക്കുമ്മി എന്ന് പറയുന്ന കവിത രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി രചിച്ചത്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് കാസർഗോഡാണ് അല്ലേ. കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ചോദിച്ചാൽ നാനാ സാഹിബിൻ്റെ സ്ഥലം ചോദിച്ചാൽ നമുക്കറിയാം കാൺപൂരാണ് നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ആരാണ് ദത്തവകാശ നിരോധന നിയമം നിലവിൽ കൊണ്ടുവരുന്നത്? ഡൽഹൌസി പ്രഭുവാണ് അല്ലേ. ഡൽഹൌസി പ്രഭുവാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ടിപ്പു സുൽത്താനാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം എവിടെയാണ്? തിരുനെൽവേലിയാണ് അല്ലേ. തിരുനെൽവേലിയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിക്കപ്പെടുന്നത് എവിടെയാണ്? എന്താണ്? അതിൻ്റെ ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് രേഖയാണ് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്ന പേര്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാരൺ നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ ഖാദറാണ് അല്ലേ. ഖാദറാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം? സൂര്യനാണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്കറിയാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വരുന്ന വർഷം ഏതാണ്? റെയിൽവേ 1853 അതുപോലെ തന്നെ നീൽ ദർപ്പൺ എഴുതിയത് ദീനബന്ധു മിത്രയാണ് അല്ലേ. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ. പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ലാഹോറാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017 പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ഓപ്ഷൻ സി ആണ്. ആരാണ്? MD വത്സമ്മയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ആണ്, വിദ്യാതീരമെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉപമുഖ്യമന്ത്രി നമുക്കറിയാം ആർ ശങ്കറാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ്? മിന്നൽ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് പഠിച്ചതാണ് അല്ലേ. ആരാണ്? K കൃഷ്ണൻകുട്ടിയാണ്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് ആണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഈ പറയുന്നതിൽ ഏതാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജനയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? 11ാമത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചാൽ അത് വിതുരയിലാണ് കേട്ടോ. വിതുര സ്കൂളിലാണ്. നമുക്കറിയാം GVHSS വിതുരയാണ്. കേരള കായിക ദിനമായി ആചരിക്കുന്ന എന്നാണ്? കായിക ദിനം ഒക്ടോബർ 13 കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ് അല്ലേ. AK ഗോപാലനാണ്. ദേശീയ നദി, ഇന്ത്യയുടെ ദേശീയ നദി നമുക്കറിയാം ഗംഗയാണ്.
ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1980 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അംശബന്ധം ചോദിച്ചാൽ അത് 3:2 ആണ്. അടുത്ത് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് നമ്മുടെ ഗംഗാ ഡോൾഫിൻ, നമുക്കറിയാം ഗംഗാ ഡോൾഫിനാണ് ദേശീയ ജലജീവി എന്ന് പറയുന്നത്. ഗംഗാ ഡോൾഫിനെ അംഗീകാരം ലഭിച്ച വർഷം ചോദിച്ചാൽ അത് 2009. കുണ്ടറ വിളംബരം നടന്ന വർഷം ചോദിക്കുന്നുണ്ട്. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. അടുത്ത കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂരാണ്. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. അതുപോലെ തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? അത് KM വാസുദേവൻ നമ്പൂതിരി. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായന ദിനമായിട്ട് ആചരിക്കാനായി തുടങ്ങിയത്? 1996. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അയ്യങ്കാളിയാണ്. അടുത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബ്രഹ്മപുരം. നമ്മൾ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസുകളിലൊക്കെ കണ്ടതാണ്. അതേതാണ്? എറണാകുളമാണ്. അടുത്ത വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? വീരകേരള സിംഹം എന്നറിയപ്പെടുന്നത്. ആ കേരള സിംഹം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഉത്തരമായിട്ട് കിട്ടും. അത് ഓപ്ഷൻ സി ആണ്. ആരെയാണ്? പഴശ്ശിരാജാവാണ്. അടുത്ത കേരളത്തിലെ 100 കിലോമീറ്ററിലെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11 എണ്ണമാണ്. പെരിയാർ കടുവാ സങ്കേതം ഉള്ള ജില്ല ഏതാണ്? പെരിയാർ ഇടുക്കിയിലാണ്. അടുത്ത കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 6 മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ പാമ്പാടും ചോലയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ചോദിച്ചാൽ അത് മാട്ടുപ്പെട്ടിയാണ്. അടുത്ത ഇന്ത്യയിലെ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ് ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അത് ശ്രീഹരിക്കോട്ടയാണ്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം അത് ഓപ്ഷൻ ഡി ആണ്. കാർഷിക വ്യാവസായിക സേവന മേഖല, അല്ലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ട്രഷറി സെക്ടറാണ്. അടുത്ത ചോദ്യമാണ്, മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാനാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? അത് ഓപ്ഷൻ സി ആണ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നുള്ളതാണ്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിനകത്തായിരിക്കും? 18ാമത്തെ ഗ്രൂപ്പിനകത്തായിരിക്കും അലസവാതകങ്ങൾ വരിക. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഈ പറയുന്നവയിൽ ഹീലിയമാണ് ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം, LPGയുടെ മുഖ്യ ഘടകം ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ്, ബ്യൂട്ടൈൻ ആണ്. അറിയാം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബലാണ്. അടുത്ത ജീവജാലങ്ങൾ തമ്മിലും ജീവജാലകങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ എക്കോളജി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണെന്ന് ചോദിച്ചാൽ അത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയുമാണ്. അടുത്ത ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക സോളാർ മോഡൽ കണ്ടെത്തിയത് റൂത്തർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ നമുക്കറിയാം സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായ മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം 32 പല്ലുകളാണ്. അടുത്ത സൂര്യപ്രകാശത്തിലൂടെ മനുഷ്യന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ ഡി തന്നെയാണ്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് വൈറസ് രോഗമാണ്. അടുത്ത മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ചെറുകുടലാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ഏതാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ ഉണ്ട്, വാട്ട് ഉണ്ട്, ജൂളുണ്ട്. ഈ പറയുന്നവയിൽ നമ്മുടെ ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? നമുക്ക് സിമ്പിളായിട്ട് അറിയാം, അത് ജൂള് തന്നെയാണ്. അടുത്ത ചോദ്യമാണ്, ഒരു സദിശ അളവിന് ഉദാഹരണം ചോദിച്ചാൽ അത് ത്വരണമാണ്. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന
പ്രക്രിയ ചോദിച്ചാൽ അത് സംവഹനമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കൽ ലെങ്തും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ F = R/2 എന്ന് പറയുന്നതാണ്. അടുത്ത മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഉള്ള ചികിത്സാ സഹായത്തിന് നമുക്കറിയാം താലോലം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത സങ്കര ഇനം തക്കാളിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അക്ഷയയാണ് സങ്കര ഇനം തക്കാളി എന്ന് പറയുന്നത്. അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അത് കാസർഗോഡാണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? നമ്മളിതിൽ പഠിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഹൈഡ്രോപോണിക്സ് ആണ് അല്ലേ? ഹൈഡ്രോപോണിക്സ് ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 81ാമത്തെ ചോദ്യമാണ്. മാത്സ് ആണ്. നമുക്ക് മാത്സിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഓപ്ഷൻ ബി ആണ്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 82 റിലേഷൻ കണ്ടുപിടിക്കാനാണ്. രാജസ്ഥാൻ, ജയ്പൂർ, മേഘാലയ, ഷില്ലോങ് ആണ് അല്ലേ? ഷില്ലോങ് ആണ്. ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. ആ പറയുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഗണിതമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യമാണെങ്കിൽ ഒരു വരിയിൽ അടുത്ത പിന്നെ നമ്മുടെ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 3 ശരി എന്നുള്ളവയാണ്. അടുത്ത 85ാമത്തെ നോക്കാം നമുക്ക്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 85ൻ്റെ ഉത്തരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 10 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ? 10 മീറ്റർ/സെക്കൻഡ് ആണ്. അടുത്ത 86ാമത്തെ ചോദ്യം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ചിലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില എന്ന് പറയുന്നതാണ് നമ്മുടെ 86ാമത്തെ ചോദ്യം. അപ്പോൾ 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 90 ആണ് അല്ലേ? 90 ആണ് ഇതിൻ്റെ ഉത്തരത്തിൽ വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത 87ാമത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. DO എന്ന് പറയുന്നതാണ്. അടുത്ത 88ാമത്തതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് 88 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 3 ആണ്. 89 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ 1 ആണ്. അടുത്ത 90ാമത്തെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ 90ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 90 ഓപ്ഷൻ ഡി 2 എന്ന് പറയുന്നതാണ്. 91 ഓപ്ഷൻ സി ആണ്. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1/6 ആണ്. അടുത്ത 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫാമിലി റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മകൾ എന്ന് പറയുന്നതാണ്. അടുത്ത 94ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ കണ്ണൻ എന്ന് പറയുന്നതാണ്. 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 5 എന്ന് പറയുന്നതാണ് 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ തന്നെയാണ്. അടുത്ത 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നോക്കാം നമുക്ക്. എന്താണ്? ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കുമെന്ന് പറയുന്നതാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അത് 2 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അത് 230 ആണ് വരുന്നത്. A² - B² എത്രയാണ് എന്നാണ് ചോദ്യം വരുന്നത്. നമുക്കറിയാം A + B × A - B ആണ് വരേണ്ടത്. 99ാമത്തെ ചോദ്യം കണ്ടല്ലോ. 99ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 20 ആണ്. അടുത്ത 100ാമത്തെ ചോദ്യം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. എന്നാണ് 7.4 സെൻറ്റിമീറ്റർ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പറയുന്ന എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എത്ര മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായി കഴിയും? അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കൊന്ന് പറയുക. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയവർ പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.